എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പാണ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ വാർത്ത തുടങ്ങി അല്പസമയത്തിനകം മന്ത്രി ഈ വാർത്തയിൽ ഇടപെട്ടിരിക്കുന്നു. പ്രസാദ്, സന്തോഷമുള്ള കാര്യം തന്നെയാണ് സ്മൃതി. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും രൂക്ഷമായ ഒരു വിഷയമാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൂടി എത്തിച്ചത്. എനിക്ക് പിന്നിലുള്ള ആൾക്കാരെ കാണാം. ഇതിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. മന്ത്രി ഇടപെട്ട സമയത്ത് തന്നെ സ്വാഭാവികമായി അതിൽ പ്രതികരണമുണ്ടാകും, സ്വാഭാവികമായി ഒരു ഇടപെടൽ കൂടുതൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് പറഞ്ഞതുപോലെ വൈകുന്നേരം തന്നെ വെള്ളം കിട്ടട്ടെ. കഴിഞ്ഞ 18 ദിവസമായി ഇവർ ദുരിതത്തിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി നമുക്കൊപ്പം ചേരുകയാണ്. ഈ പഞ്ചായത്തിലെ ഈ മനുഷ്യർ ഈ ദുരിതം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി പ്രസിഡന്റ്? 18 ദിവസം കഴിഞ്ഞു. ഓണത്തിന് പോലും കുടിവെള്ളമില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുവാനോ കുടിവെള്ളം കുടിക്കുവാനോ സാധിക്കാത്ത ഒരു സമീപനമാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ജനപ്രതികളായ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അപ്പോൾ അതിന് പരിഹാരമായി ഇന്നലെ ഞങ്ങൾ നെയ്യാറ്റിൻകര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ സമീപിക്കുകയും ഉപരോധനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ അവർ വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും പാത്രം കഴുകാനും കുടിക്കാൻ പോലും വെള്ളമില്ലാത്തവരോട് നിങ്ങൾ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? ഞങ്ങൾ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുമായി ഞങ്ങൾ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ മെമ്പർമാരും, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കം, ചെയർമാന്മാരും അടക്കം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഉടനെ പരിഹാരം കണ്ടെത്തും എന്ന സമാധാന വാക്കുകളാണ്. ദിവസങ്ങളിലെല്ലാം എന്ത് സമാധാനം അവരോട് പറഞ്ഞത്? തൊട്ടടുത്ത കിണറുകളിൽ കിണറില്ലാത്തവർ തൊട്ടടുത്ത കിണറുകൾ അവിടെ നിന്ന് വെള്ളം കോരി അത്യാവശ്യ സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ച് അവർ ചെയ്തിരുന്നു. അടുത്ത കാലത്തെങ്ങാനും ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അടുത്ത കാലത്ത് ഇല്ല. അടുത്ത കാലത്തെങ്ങാനും വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പൈപ്പ് ലൈൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഉടനെ ഇന്നലെ പോയ ആ ഉപരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൈപ്പ് ലൈൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ അവർ ഉടനെ പൈപ്പ് ലൈൻ കൊടുത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ഇന്നലെ തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അവർ തന്നെ ഉദ്യോഗസ്ഥ ടീം തന്നെ. ഇന്നലെ രാത്രിയോടെ വെള്ളം എത്തുമെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയായിട്ടൊന്നും ആയില്ല. രാവിലെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വെള്ളത്തിൻ്റെ സ്പോർട്സ് പിന്നെ കൂടുതലായപ്പോൾ പൈപ്പ് കുറച്ച് കയറ്റത്തേക്കുള്ള വീട്ടിലൊന്നും പോയപ്പോൾ ഒന്നും അവിടെ എത്തിയൊന്നുമില്ല. അവിടെ അതാണ് അതിൻ്റെ പണി. ഇന്നലെയും ഞങ്ങൾ കണ്ടതാണ്. അവരുടെ ടീം വന്നിട്ടുണ്ട്. നമ്മളാ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് അങ്ങനെയല്ല. ഇന്നലെ രാത്രിയോട് കൂടി പൂർവ്വസ്ഥിതിയിലാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വെള്ളം സ്രോസ് കൂടിയപ്പോൾ പൈപ്പ് ലൈൻ അവിടെ പൊട്ടിയത് കാരണമെന്നാണ് അവർ ഇന്നലെ നടത്തിയ സമരം കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നു പ്രസിഡന്റ്? അല്ലാതെ നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നു ഉടനെ അത് പരിഹരിക്കാം. അപ്പോൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ വീണ്ടും ഇത് സ്രോസ് കൂടുമ്പോൾ ഇത് പൊട്ടുകയാണ് പൈപ്പ് ലൈൻ. അങ്ങനെയാണ് കൂടുതൽ രൂക്ഷമായത് പല സ്ഥലങ്ങളിലും. അങ്ങനെയാണ് അത് പുനഃസ്ഥാപിക്കാൻ പൊട്ടുന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ വരുന്ന കാലതാമസം, അതായത് ഒരു ഏകോപനമില്ലാത്ത പ്രവർത്തനമാണ്. മെമ്പറുടെ അടുത്തേക്ക് ഈ 18 ദിവസമായിട്ട് ആളുകൾ ഒരുപാട് പരാതിയായിട്ട് വരുമല്ലോ, അവരോട് പറയുന്ന ഒരു എങ്ങനെയാണ് സമാധാനപ്പെടുത്തുക അവരോട് ഇപ്പോൾ സമാധാനം പറയാനായിട്ട് നമുക്കിപ്പോൾ കഴിയുന്നത്, ഒന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വെള്ളം എത്തുമെന്നാണ് നമ്മൾ ആദ്യം പറയുക. ഏറ്റവും ആദ്യം നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് വെള്ളം എത്തിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ സമീപ പ്രദേശത്തു നിന്ന് അവർക്ക് വെള്ളം എത്തിക്കാനായിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.